ഹലോ മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് അനുതാപ് എന്ന ചാപ്റ്ററിന്റെ വൺ ഷോട്ട് സീരീസിലാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററും അതുപോലെ ഇതിൽ നിന്ന് വരാവുന്ന മാക്സിമം ചോദ്യങ്ങൾ, ഇതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ക്ലാസ് മുഴുവനും കേട്ടിരിക്കണം. അനുതാപ് എന്ന ഈ ഒരു ചാപ്റ്റർ എഴുതിയ ആളുടെ പേരെന്താ? സുകേഷ് സാഹ്നി എന്നാണ് അല്ലേ? സുകേഷ് സാഹ്നി എഴുതിയ ചാപ്റ്ററാണ് അനുതാപ്. അനുതാപ് എന്നതൊരു ലഘു കഥയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അല്ലേ, ലഘു കഥ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാണ്ട്, നമ്മുടെ ബാച്ചിനെ കുറിച്ചാണ്. +1 മക്കൾക്ക് വേണ്ടിയിട്ട് അഗ്നി ബാച്ച് ഉണ്ട് അല്ലേ, ഫോർ പബ്ലിക് എക്സാം ബാച്ച് ഫീ വെറും 5000 രൂപയുള്ളൂ. പിന്നെ അതുപോലെ +1 പൃഥ്വി ബാച്ച് ഫോർ നീറ്റ് ആൻഡ് കീം എൻട്രൻസ് എക്സാം, അതിനും ആകെ 7000 രൂപയാണ്, വിത്ത് ബുക്സ് 9000 രൂപ. ഓക്കെ. അപ്പോൾ പിന്നെ ഉള്ളത് ജ്വാല, +1 ജ്വാല, അത് നമ്മുടെ കൊമേഴ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, കൊമേഴ്സിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജ്വാല ബാച്ച് ഉണ്ട്, വെറും 5000 രൂപക്കാണ്. ഒരു വർഷം മുഴുവനും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അഗ്നി ബാച്ച് എന്ന് പറയുന്നത് സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സയൻസ് എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് 5000 രൂപക്ക് നമ്മൾ ഒരു വർഷം മുഴുവനും, +1 ഒരു വർഷം മുഴുവനും അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ നീറ്റും കീമും എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസ്സുകളാണ്. അതിന് ബുക്കുകൾ അടക്കം 9000 രൂപ, വിത്തൗട്ട് ബുക്ക് ആണെങ്കിൽ 7000 രൂപക്ക് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ജ്വാല ബാച്ചിൽ കൊമേഴ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജ്വാല ബാച്ചും സജ്ജമാണ്. എക്സാം വിന്നറിൽ വെറും 5000 രൂപക്ക് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് വാട്സപ്പിൽ ഹായ് അല്ലേ, 7592092021 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 75919966 എന്ന നമ്പറിലേക്കോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഹായ് എന്ന ഒരു മെസ്സേജിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ താല്പര്യം ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുക, തീർക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ മാർക്കോടുകൂടി +2 ഒക്കെ എത്തുമ്പോഴേക്കും 1200 1200 അല്ലേ എന്ന ആ ഒരു മാർക്കിലേക്ക് നമുക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് +1 മാർക്ക് കുറഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, പിന്നെ ആ ഫുൾ മാർക്ക് നമുക്ക് കിട്ടൂല അല്ലേ. അപ്പോൾ +1 നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ വാങ്ങിയിട്ട് +2 അതുപോലെ തുടർന്ന് ഫുൾ മാർക്കോട് കൂടി +2 സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കിട്ടുമ്പോൾ ഫുൾ മാർക്ക് സെറ്റ് ആകണ്ടേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അഗ്നി ബാച്ചും പൃഥ്വി ബാച്ചും അതുപോലെ ജ്വാല ബാച്ചും 3 ബാച്ചുകളാണ് നമുക്കുള്ളത്. ഈ കുറഞ്ഞ ഫീസിൽ അടിപൊളി ക്ലാസ്സുകൾ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയുടെ സ്വപ്നമാണ്. ഒരുപാട് എന്താ പറയുക, 20,000 30,000 40,000 50,000 ഒക്കെ കൊടുത്ത് പഠിക്കേണ്ട, എന്താ പറയുക, പഠിക്കാൻ കഴിയാത്ത മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. 5000 രൂപക്ക്, വെറും 4999 രൂപക്ക് നമുക്ക് അഗ്നി ബാച്ചിലും ജോയിൻ ചെയ്യാം, അതുപോലെ ജ്വാല ബാച്ചിലും ജോയിൻ ചെയ്യാം. അഗ്നി ബാച്ച് സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതുപോലെ ജ്വാല കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം ജോയിൻ ചെയ്തവരെല്ലാവരും ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ അനുതാപ് എന്ന ലഘുകഥ ഫസ്റ്റ് യൂണിറ്റ് സപ്നെ സുഹാനെ എന്ന യൂണിറ്റിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. ഒന്നാമതൊരു ലഘുകഥയാണ്, അതാണ് അനുതാപ്, സുകേഷ് സാഹ്നി എഴുതിയ. പിന്നെ കവിതയുണ്ട്, മധുഹൃദു ജയശങ്കർ പ്രസാദ് എഴുതിയതാണ്. പിന്നെ പത്രമുണ്ട്, ഒരു ലെറ്റർ ഉണ്ട്, യേ ഹമാര അധികാർ ഹെ. പിന്നെ നാട്യരൂപാന്തർ, നാടകാവിഷ്കാരമുണ്ട്, ജുലൂസ്, ചിത്ര മുദ്ഗൽ എഴുതിയ ജുലൂസ് എന്ന നാടകം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലഘുകഥയായ അനുതാപ് ആണ്. ഓക്കെ, അനുതാപ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രായശ്ചിത്തം. ഓക്കെ, എന്നൊക്കെയാണ് അർത്ഥം. ഈ ലഘുകഥയിലെ കഥാപാത്രങ്ങളാണ് ഇവർ 3 പേരും, ബാബുജി, അസ്ലം, പിന്നെ റിക്ഷാവാല. ബാബുജി എന്ന് പറയുന്നത് യാത്രക്കാരനാണ്. പിന്നെ അസ്ലം എന്ന ഒരു റിക്ഷാക്കാരനുണ്ട്. പിന്നെ പേരില്ലാത്ത ഒരു റിക്ഷാവാല, പുതിയ ആള്. അസ്ലമാണ് പഴയ റിക്ഷാക്കാരൻ, പുതിയ ആളെ റിക്ഷാവാല എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ അല്ലേ. ഇങ്ങനെ 3 കഥാപാത്രങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലേഖകനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സുകേഷ് സാഹ്നി. എല്ലാവരും ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് പോലെയല്ല, നമുക്ക് ലേഖകനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എഴുതേണ്ടി വരും പരീക്ഷയ്ക്ക്. നമ്മൾ 10ാം ക്ലാസ്സിലെ പ്രമുഖ ലേഖക്, മഷഹൂർ ലേഖക്, പ്രസിദ്ധ ലേഖക് എന്നൊക്കെ എഴുതിയാൽ നമുക്ക് അത് മതിയായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. നമുക്ക് +1 എത്തുമ്പോൾ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ലേഖകനെ കുറിച്ച് എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും മുൻപ് ഒരു പേജിൽ ലേഖകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ലേഖകന്മാരുടെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ സുകേഷ് സാഹ്നിയെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ജനനം 1956 സെപ്റ്റംബർ 5-ാം തീയതിയാണ്. അതൊന്ന് ഓർത്ത് വെക്കുക.
ലഖ്നൌവിൽ, ഉത്തർപ്രദേശിലെ ലഖ്നൗ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രമുഖ രചന, ഇതിൽ നിന്നൊരു 2-3 രചനകൾ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പഠിക്കണം. ലഘുകഥാ സംഗ്രഹ്, ചെറുകഥാ സമാഹാരമാണ് ഡരെ ഹുയെ ലോഗ്, ഠണ്ഡി രജായി. ഈ രണ്ടും അദ്ദേഹത്തിന്റെ ലഘുകഥാ സംഗ്രഹങ്ങളാണ്, അതായത് ചെറുകഥാ സമാഹാരം. ഓക്കെ, പിന്നെ കഹാനി സംഗ്രഹ്, കഥാസമാഹാരങ്ങൾ ഏതൊക്കെയാ? മൈമ ഓർ അന്യ കഹാനിയാം. പിന്നെ നെക്സ്റ്റ് അനുവാദ്, അദ്ദേഹം ട്രാൻസ്ലേറ്റർ കൂടിയാണ്. ഖലീൽ ജിബ്രാൻ കി ലഘുകഥായും, ഖലീൽ ജിബ്രാൻ എഴുതിയ ചെറുകഥകളൊക്കെ അദ്ദേഹം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറുമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാർ, അവാർഡുകൾ ഏതൊക്കെയാ? ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാൻ, അദ്ദേഹത്തിന് ലഭിച്ചൊരു അവാർഡാണ്. അതുപോലെ മാതാ ശർപ്പതി ദേവി പുരസ്കാർ, ഡോക്ടർ മുരളി മനോഹർ ഹിന്ദി സാഹിത്യക് സമ്മാൻ. ഏതെങ്കിലും ഒരു അവാർഡിന്റെ പേരെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ രചനകളിൽ, കൃതികളിൽ ഏതെങ്കിലും 2 എണ്ണവും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളിൽ ഏതെങ്കിലും ഒന്നും എന്ത് ചെയ്യുക, ഓർത്തു വെക്കാം. പിന്നെ നെക്സ്റ്റ് വിശേഷതായം, അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റീസ്, പ്രത്യേകതകളായിട്ട് കൊടുത്തിട്ടുള്ളത് ഹിന്ദി ലഘുകഥാ ക്ഷേത്ര സശക്ത ഹസ്താക്ഷർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. നിങ്ങൾ ഈ ഒരു സെന്റൻസ് ഉപയോഗിച്ച് വേണം ഈ ചാപ്റ്ററിൽ നിന്നും ഏതൊരു ചോദ്യം വന്നാലും എഴുതാൻ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഓക്കെ, ഹിന്ദി ലഘുകഥാ ക്ഷേത്ര, ഹിന്ദിയിലെ ഷോർട്ട് സ്റ്റോറി അല്ലെ, ലഘുകഥ ചെറുകഥാ മേഖലയിലെ സശക്ത് ഹസ്താക്ഷർ, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആണ് ആരുടേത്? സുകേഷ് സാഹ്നിയുടേത്. പിന്നെ ടൂട്ടത്തെ സാമാജിക് മൂല്യം പർ ചിന്ത, ടൂട്ടത്തെ സാമാജിക് മൂല്യം, സാമൂഹ്യ വ്യവസ്ഥിതികളെ കുറിച്ചുള്ള, തകർന്ന സാമൂഹ്യ വ്യവസ്ഥിതികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ കൃതികളെ അദ്ദേഹം കാണിക്കാറുണ്ട്, ഷോ ചെയ്യാറുണ്ട്. പിന്നെ ഗ്രാം സംസ്കൃതി കാ ഭോല ഭാല ചിത്ര, ഗ്രാമ സംസ്കാരം അല്ലെ, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ആ ഒരു സംസ്കാരത്തെ കുറിച്ച് അദ്ദേഹം വർണ്ണിക്കാറുണ്ട്. പിന്നെ ഷഹരി സഭ്യതാക്കെ ഗോഖലേപ്പൻ കെ പീച്ചെ ഭാഗത്തെ ലോകോ കി വ്യഥ, നഗരവൽക്കരണത്തിന് പിന്നാലെ ഓടുന്ന, പട്ടണവൽക്കരണത്തിന് പിന്നാലെ ഓടുന്ന ആളുകളുടെ സങ്കടങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ നിമ്ന മധ്യവർഗ കി പീഡ ഓർ നിരാശ, നമ്മുടെ എന്താ പറയാ, മധ്യവർഗ ഫാമിലികൾ ഉണ്ടല്ലോ, അതായത് വലിയ സമ്പന്നരും അല്ല, അല്ലെങ്കിൽ വലിയ എന്താ പറയാ ദരിദ്രനും അല്ല, അതിനിടയിലുള്ള ഒരു ആവറേജ് ഫാമിലി അല്ലെ, അങ്ങനെയുള്ളവരുടെ പീഡ ഓർ നിരാശ. ഓക്കെ, പീഡ ഓർ നിരാശ, അവരുടെ വേദനയും അവരുടെ പ്രശ്നങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാ പറഞ്ഞേ. പിന്നെയോ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് സംവേദനശീൽ ഭാവ ശൈലി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ ഈ വിശേഷതായം, അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 എണ്ണം, ഓക്കെ, 2-3 എണ്ണം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ്, ഈ ചാപ്റ്ററിൽ നിന്നും എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ, അതിൽ നിന്നും 4 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ 8 മാർക്കിൻ്റെയോ ചോദ്യം വന്നാൽ, അതിൽ ആദ്യത്തെ പാരഗ്രാഫായിട്ട് നമുക്ക് ഈ ലേഖകനെ കുറിച്ച് എഴുതേണ്ടി വരും. അതിൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ലഘുകഥ എന്ന് പറയുന്നത് ആകാറുമേ ലഘു ഹോനേക്കെ ബാവജൂദ് കഹാനി കാ ഏക് പ്രകാർ ഹെ. ലഘുകഥ എന്ന് പറയുന്നത് എന്താണ്? കഥയുടെ മറ്റൊരു രൂപമാണ്. രൂപത്തിൽ ചെറുതാണെങ്കിലും അത് മറ്റു കഥ തന്നെയാണ്, സ്റ്റോറി തന്നെയാണ് അല്ലേ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുച്ച് ഗൽത്തിയാം ऐसी है जिसकी मरहम पट्टी संभव है. കുച്ച് ഗൽത്തിയാം ऐसी है, ചില തെറ്റുകൾ, ഗൽത്തിയാം എന്ന് പറഞ്ഞാൽ എന്താ, തെറ്റുകൾ, ऐसी है ഇങ്ങനെയുള്ളതാണ്, ജിസ്കി മർഹം പട്ടി സംഭവം ഹെ, അതിനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. മർഹം പട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ചികിത്സ, അതിന് ചികിത്സ നമുക്കുണ്ട്, അവൈലബിൾ ആണ്. പരന്തു പക്ഷേ കുച്ച്കാ കോയി ഇലാജ് സംഭവം നഹീം, ചിലത് നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല. ചില തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നുപോയാൽ അതിന് പിന്നെന്തില്ല, പരിഹാരം ഇല്ല. അത് കാലാകാലവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക വിങ്ങലായി നമ്മുടെ കൂടെ എങ്ങനെ വരും. നമ്മുടെ കൈകൊണ്ട് പറ്റുന്ന ഒരു കയ്യബദ്ധം അല്ലേ, അത് ജീവിതകാലം മുഴുവനും നമ്മളെ എന്ത് ചെയ്യും, വേട്ടയാടും. പക്ഷെ ചില തെറ്റുകൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. ജിസ് मनुष्य के दिल में सहजीवी के प्रति संवेदना है वह ऐसी हालत में पश्चाताप विवश बन जाएगा. ജിസ് മനുഷ്യക്കെ ദിൽമേ, ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലാണോ സഹജീവിക്കെ പ്രതി സംവേദന ഹെ, സഹജീവികളോടൊരു പരിഗണന, സംവേദന പറഞ്ഞാൽ മനുഷ്യത്വം അല്ലേ, അതുണ്ട് ഉള്ളത്, ഓ ഹൈസി ഹാലത് മേ പശ്ചാത്താപ് വിവശ് ബൻ ജായക, അവൻ ആകെ എന്താവും, സങ്കടപ്പെടും. ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് അയാളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചാൽ പശ്ചാത്താപ് വിവശ് അല്ലെ, പശ്ചാത്താപം കൊണ്ട് അയാളുടെ മനസ്സാകെ എന്താവും, വിവശ് ബൻ ജായക, അതായത് ആകെ ബ്ലാങ്ക് ഔട്ട് ആവും, അല്ലെങ്കിൽ അയാൾക്ക് വല്ലാത്ത സങ്കടമാകും എന്നാ പറയുന്നത്. അനുതാപ് ഇസി സംവേദനാസേ യുക്ത് ഹേ, ഈ അനുതാപ് എന്ന ഈ ഒരു ലഘു കഥ അത്തരത്തിലൊരു കഥയാണ്.
श्रमजीवियों की पीड़ा और बेबसी पर സുകേശ് സാഹ്നി की ലഘുകഥ. ശ്രംജീവിയം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം, ലേബേഴ്സ് അല്ലെ, നമ്മുടെ തൊഴിലാളി വർഗങ്ങളുടെ പീഡ ഔർ ബേബസി, വേദനയും അതുപോലെ ബേബസി എന്ന് പറഞ്ഞാൽ എന്താ, വിവശത, അവരുടെ നിവൃത്തികേട് അല്ലെ, അതിനെക്കുറിച്ചൊക്കെ സുകേശ് സാഹ്നി എഴുതിയ ഒരു ലഘു കഥയാണ് അനുതാപ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കാണ്. മാക്സിമം വേർഡ് മീനിങ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഒരു വാക്ക് പോലും നമുക്ക് അറിയാതിരിക്കരുത്. ഇതിൽ ടൈപ്പ് ചെയ്തതല്ല എങ്കിലും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാ വാക്കുകളുടെ അർത്ഥം പറയും. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം, മാക്സിമം നോട്ട് ചെയ്യണം. എന്നിട്ട് സ്വയം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് ഈ ചാപ്റ്റർ സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അനുതാപ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഡയലോഗിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാബുജി ആയിയേ മേം പഹുഞ്ചായേ ദേത്താ ഹൂം. ബാബുജി എന്ന് വിളിക്കുന്നുണ്ട് ആരോ ഒരാൾ അല്ലേ. ബാബുജി ആയിയേ വന്നാലും, മേം പഹുഞ്ചായേ ദേത്താ ഹൂം ഞാൻ കൊണ്ടെത്തിക്കാം അല്ലെങ്കിൽ ഞാൻ എത്തിക്കാം. എവിടേക്കാണോ താങ്കൾക്ക് പോകേണ്ടത് അവിടെ ഞാൻ എന്ത് ചെയ്യാം, പഹുഞ്ചായേ ദേത്താ ഹൂം ഞാൻ കൊണ്ടെത്തിക്കാം. ഏക് റിക്ഷാ വാലേനെ ഉസ്കെ നസ്ദീക് ആക്കർ കഹാ. ആരാണ് ഈ ഡയലോഗ് പറഞ്ഞത്? ഏക് റിക്ഷേ വാലേ, ഒരു റിക്ഷാക്കാരൻ. നമ്മുടെ സൈക്കിൾ റിക്ഷ ഉണ്ടല്ലോ, ചവിട്ടിയിട്ട് കൊണ്ടുപോകുന്ന, അല്ല നമ്മളെ കേരളത്തിൽ വല്ലാതെ ഇല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റിക്ഷാവാലകളെ കാണാം. ഓട്ടോറിക്ഷ അല്ല കേട്ടോ, സൈക്കിൾ പോലെ, സൈക്കിൾ ചവിട്ടിയിട്ട് കൊണ്ടുപോകുന്ന അതുപോലെയുള്ള റിക്ഷ. ആ റിക്ഷാവാലെ ഉസ്കെ നസ്ദീക് ആക്കർ, അയാളുടെ അടുത്തേക്ക് വന്ന്, നസ്ദീക് പറഞ്ഞാൽ അടുത്തേക്ക്, ആക്കർ വന്നിട്ട്, കഹ പറഞ്ഞു. ഒരു റിക്ഷാക്കാരൻ ഒരാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ബാബുജി ആയിയേ മേ പഹുഞ്ചായ ദേത്താ ഹൂം ഞാൻ നിങ്ങളെ അങ്ങോട്ട് എത്തിക്കാം. അസ്ലം അബ് നഹി ആയേഗ, അസ്ലം ഇനി വരില്ല, അസ്ലം ഇനി നഹി ആയേഗ വരില്ല എന്നും ആ റിക്ഷാക്കാരൻ പറഞ്ഞു. അപ്പോൾ ഈ യാത്രക്കാരൻ, അയാൾ ബാബുജി അല്ലെ, ഈ ബാബുജി ചോദിക്കാണ്, ക്യാ ഹുവാ ഉസ്കോ, അയാൾക്ക് എന്ത് സംഭവിച്ചു, അസ്ലമിന് എന്താ പറ്റിയത്? അസ്ലം എന്ന് പറയുന്നത് ഒരു റിക്ഷാക്കാരനാണ്, സ്ഥിരമായിട്ട് റിക്ഷാക്കാരൻ. ഈ അസ്ലമിന്റെ റിക്ഷയിലാണ് ഈ ബാബുജി എന്ത് ചെയ്യാറ്, യാത്ര ചെയ്യാറ്. അപ്പോൾ ഈ ഇപ്പോൾ വന്നിട്ടുള്ള റിക്ഷക്കാരനെ അറിയാം ഇയാൾ ആരെ കാത്തു നിൽക്കുന്നത്, അസ്ലമിനെയാണ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു, അസ്ലം അബ് നഹി ആയേഗ, അസ്ലം ഇനി വരില്ല. ക്യാ ഹുവാ ഉസ്കോ, എന്ത് പറ്റിയവനെ? റിക്ഷേ മേ ബൈഠത്തെ ഹുയേ ഉസ്നെ ലാപർവാഹി സെ പൂഛ. എന്ത് പറ്റിയ അവനെന്ന് വലിയ കെയർലെസ് ആയിട്ട്, റിക്ഷേമേ ബൈഠത്തെ ഹുയേ, ആ റിക്ഷയിൽ ഇരുന്നു കൊണ്ട്, ഉസ്നെ അയാള്, ലാപർവാഹിസെ അശ്രദ്ധമായി, കെയർലെസ് ആയിട്ട്, പൂച്ച ചോദിച്ചു. അത്ര വലിയ സംഭവമല്ല, അയാൾ ചിലപ്പോൾ വല്ല പനിയോ മറ്റോ ആയിട്ട് ലീവ് ആയതായിരിക്കാം എന്ന ഒരു എന്താ പറയുക ഉദ്ദേശത്തിൽ, മനസ്സിൽ ഒരു ചിന്തയുമില്ലാതെ എന്ത് ചെയ്തു, അയാളൊന്ന് പൂച്ച ചോദിച്ചു. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. പിച്ചലെ 4-5 ദിനോം സെ, കഴിഞ്ഞ 4-5 ദിവസങ്ങളായി. പിച്ചലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ, 4-5 ദിനോം 4-5 ദിവസങ്ങളായിട്ട്, അസ്ലം ഹി ഉസെ ദഫ്തർ പഹുഞ്ചാത്ത രഹ ഥാ, അസ്ലം ആയിരുന്നു അദ്ദേഹത്തെ ഓഫീസിലേക്ക് എത്തിച്ചിരുന്നത്. അസ്ലം ആയിരുന്നു ഉസെ അദ്ദേഹത്തെ ദഫ്തർ ഓഫീസിലേക്ക് പഹുഞ്ചാത്ത രഹ ഥാ എത്തിച്ചിരുന്നത്. അസ്ലമിന്റെ റിക്ഷയിലാണ് 4-5 ദിവസമായിട്ട് ഇയാൾ പോകുന്നത്. ബാബുജി അസ്ലം നെഹി രഹ, അപ്പൊ അവൻ എന്ത് പറ്റി എന്ന്, ക്യാ ഹുവാ ഉസ്കോ എന്ന് ചോദിച്ചതിനുള്ള മറുപടി ആ പുതിയ റിക്ഷാക്കാരൻ പറയാണ്, ബാബുജി അസ്ലം നെഹി രഹ, ഹീസ് നോ മോർ, അയാൾ ജീവിച്ചിരിപ്പില്ല, അയാൾ മരിച്ചുപോയി എന്ന്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ യാത്രക്കാരന് ക്യാ വാട്ട്, എന്ത്, ഹുസേ ഷാക്സാലക, അയാൾക്ക് ഷോക്കേറ്റ പോലെയായി. അയാൾക്ക് ഷോക്കേറ്റ പോലെ, വല്ലാത്തൊരു പെട്ടെന്നൊരു മരണ വാർത്ത അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മൾ വിട്ടുപിരിയുമ്പോൾ നമുക്ക് അത് താങ്ങാൻ പറ്റൂല അല്ലേ. വയസ്സായിട്ട് ഒരാൾ എന്താ പറയുക കട്ടിലിൽ കിടക്കുകയാണ് അല്ലേ, അങ്ങനെയുള്ള ആളുകൾ മരിച്ചാൽ നമുക്ക് വലിയ എന്തുണ്ടാവില്ല, ഷോക്ക് ഉണ്ടാവില്ല. പക്ഷേ നമ്മളോട് ഇന്നലെ കൂടി നമ്മൾ സംസാരിച്ച് പോയപ്പോൾ ഒരു പ്രശ്നമില്ലാതിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ അറിയാണ് അയാൾ മരണപ്പെട്ടു എന്ന്, നമുക്ക് വല്ലാത്ത ഷോക്കേറ്റ പോലെ ആവില്ലേ. ഉസേ ഷോക്ക് സാലക, അയാൾക്കും ഷോക്കേറ്റ പോലെ തോന്നി. കൽ തോ ഭലാ ചങ്കാ താ, ഇന്നലെ വരെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നല്ലോ. കൽ തോ ഇന്നലെ, ഭലാചങ്ക എന്ന് പറഞ്ഞാൽ ആരോഗ്യവാൻ, പൂർണ്ണ ആരോഗ്യവാനായിരുന്നല്ലോ, ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിന് മറുപടി പറയാണ്, ഉസ്കെ ദോനോ ഗുർദോമേ ഖരാബി थी, ഡോക്ടർ ने റിക്ഷ ചലാനെ സെ മനാ കർ രഖാ था. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കട്ടോ, എന്തുകൊണ്ടാണ്, മരണകാരണം എന്താണ് അല്ലേ. ഉസ്കെ ദോനോം ഖുർദോമേ, അവൻ്റെ 2 കിഡ്നിയും, ദോനോം ഖുർദോം 2 കിഡ്നികളും, ഖരാബി थी
കേടായിരുന്നു, തകരാറിലായിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഖാ ഥാ. ഡോക്ടറെ റിക്ഷ ഓടിക്കുന്നതിന് എന്ത് ചെയ്തിരുന്നു? മനാ കർ രഖാ ഥാ, എതിർത്തിരുന്നു. മനാ കർണ പറഞ്ഞാല് എതിർക്കുക, വിലക്കുക. അപ്പോൾ റിക്ഷ ഓടിക്കാൻ പാടില്ല, നിന്റെ കിഡ്നി രണ്ടും ഫെയിലാണ്, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യരുത്, ഭാരിച്ച ജോലികളൊന്നും ചെയ്യരുത് എന്ന് ഡോക്ടർ അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ അവന് വേറെ വഴിയില്ല അല്ലേ? ആർക്ക്? അസ്ലമിന് വേറെ വഴിയില്ല. കുടുംബം പുലർത്തണ്ടേ? റെസ്റ്റ് എടുത്താലേ ഭക്ഷണം കിട്ടോ? ഇല്ല. ഉസ്കി ആവാസ് മേം ഗഹരി ഉദാസി ഥി. അത് പറയുന്ന സമയത്ത് ആ പുതിയ റിക്ഷക്കാരൻ്റെ ആവാസ് മേം, ഉസ്കി ആവാസ്, അവൻ്റെ ശബ്ദത്തിൽ ഗഹരി ഉദാസി ഥി, വളരെ ആഴത്തിലുള്ള ഉദാസി, സങ്കടം ഉണ്ടായിരുന്നു. ഗഹരി എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള, ഉദാസി എന്ന് പറഞ്ഞാൽ എന്താ? സങ്കടം. വല്ലാത്തൊരു സങ്കടത്തോടു കൂടിയാണ് അവനത് പറഞ്ഞത്. പിന്നെ അയാൾ തന്നെ വീണ്ടും പറയാ, കൽ ആപ്കോ ദഫ്തർ പहुंचाकर लौटा तो पेशाब बंद हो गया था. अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था. कल, ഇന്നലെ ആപ്കോ ദഫ്തർ പहुंचाकर, താങ്കളെ ഓഫീസിൽ എത്തിച്ച്, ലൗട്ടാത്തോ, തിരിച്ചു വരുമ്പോൾ, ലൗട്ട എന്ന് പറഞ്ഞാൽ എന്താ? ലൗട്ടിന തിരിച്ചു വരിക അല്ലേ? തോ പേശാബ് ബന്ദ് ഹോ ഗയാ ഥാ, മൂത്രം തടസ്സപ്പെട്ടിരുന്നു. പേശാബ് എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രം അല്ലേ? എന്തായിട്ടുണ്ട്? സ്റ്റക്കായി. ബന്ദ് ഹോഗന, ബന്ദ് ഹോന അടക്കുക, ക്ലോസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. മൂത്ര തടസ്സം അനുഭവപ്പെട്ടു. അസ്പതാൽ ലേ ജാത്തേ സമയ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ, ഉസ്നെ രാസ്തേ മേ ഹി ധം തോട് ദിയാ ഥാ, അവൻ രാസ്തേ മേ, വഴിയിൽ വെച്ച് തന്നെ, രാസ്തേ എന്ന് പറഞ്ഞാൽ എന്താ? വഴി. അവൻ വഴിയിൽ വെച്ച് തന്നെ ധം തോട് ദിയാ ഥാ, മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. ധം തോടിന എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം നിലക്കുക അല്ലെങ്കിൽ മരണപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, വഴിയിൽ വെച്ച്. ഇന്നലെ നിങ്ങളുടെ സവാരിയായിരുന്നു അവസാനം, നിങ്ങളെ ഓഫീസിൽ കൊണ്ടെത്തിച്ചു, തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നെ ആകെ വോ കുച്ച് നഹീ സുൻ സകാ, പിന്നീട് അങ്ങോട്ട് അയാൾക്ക് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ആകെ, പിന്നീട് അങ്ങോട്ട്, വോ കുച്ച് നഹീ സുൻ സകാ, അയാൾക്ക് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. एक सन्नाटे ने उसे अपने आघोष में ले लिया. एक सन्नाटे, ഒരു നിശബ്ദത, വല്ലാത്തൊരു നിശബ്ദത. ഉസെ അപ്പിനെ ആഘോഷ് മേ ലേ ലിയ, അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത പോലെ, വല്ലാത്തൊരു നിശബ്ദത അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ആലിംഗനം ചെയ്ത പോലെ. കൽക്കി ഘടന ഉസ്കി ആംഖോं के आगे സജീവ് ഹോടി. കൽക്കി ഘടന, ഇന്നലത്തെ ആ സംഭവം, അസ്ലമിന്റെ റിക്ഷയിൽ ഇയാൾ യാത്ര ചെയ്തു അല്ലെ, ഈ ബാബുജി, ആ ഒരു സംഭവം, ഉസ്കി ആംഖോं के आगे, അയാളുടെ കണ്ണുകൾക്ക് മുൻപിൽ, ആകെ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപിൽ, സജീവ് ഹോടി, ഇങ്ങനെ കാണാൻ തുടങ്ങി, സജീവമാകാൻ തുടങ്ങി. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് അങ്ങനെ വന്നു. റിക്ഷ നട്രാജ് ടാക്കീസ് പാർ കർ ബഡേ ടാക്ക് ഗാനെ കി ഓർ ജാ രഹാ ഥാ. ഈ റിക്ഷ നട്രാജ് ടാക്കീസ് പാർക്കർ, നടരാജ് ടാക്കീസ്, ടാക്കീസ് പറഞ്ഞ സിനിമ തിയേറ്റർ, നടരാജ് സിനിമ തിയേറ്റർ, പാർക്കർ ക്രോസ് ചെയ്ത്, ബഡേ ടാക്ക് ഗാനേക്ക് ഓർ, ബഡേ ടാക്ക് ഗാന വലിയ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസിന്റെ അടുത്തേക്ക് ഇങ്ങനെ ജാരഹാത്ത പോവുകയാണ്. ഓക്കെ, ഈ ടാക്ക് ഗാന കഴിഞ്ഞിട്ട് വേണം ഓഫീസിലെത്താൻ. റിക്ഷ ചലാത്തേ ഹുയെ അസ്ലം ധീരെ ധീരെ ഖരാഹ് രഹാ ഥാ. റിക്ഷ ചലാത്തേ ഹുയെ, ഈ റിക്ഷ ഓടിക്കുമ്പോഴൊക്കെ, ഈ റിക്ഷ ഓടിക്കുന്ന സമയത്തൊക്കെ, അസ്ലം ധീരെ ധീരെ, അസ്ലമേ ധീരെ ധീരെ, പതിയെ പതിയെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കരാഹ് രഹാ ഥാ, നിലവിളിക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. കരാഹന എന്ന് പറഞ്ഞാൽ എന്താ? കരയ, വേദന കൊണ്ട്. ഇത് ഇയാളെയും കൊണ്ട് ഇങ്ങനെ റിക്ഷ ചവിട്ടിയിട്ട് എന്ത് ചെയ്യാണ്? അങ്ങനെ പോവല്ലേ, ആ സമയത്ത് അദ്ദേഹത്തിന് നല്ല വേദനയുണ്ട്. ബീച്ച് ബീച്ച് മേം ഏക് ഹാത്ത് സെ പേട്ട് പക്കഡ് ലേത്താ ഥാ. ബീച്ച് ബീച്ച് മേം, ഇടയ്ക്കിടയ്ക്ക്, ഏക് ഹാത്ത് സെ, ഒരു കൈ കൊണ്ട്, പേട്ട് പക്കഡ് ലേത്താ ഥാ, വയറിനങ്ങനെ പിടിക്കുമായിരുന്നു അല്ലേ. ഭയങ്കര വേദന അദ്ദേഹത്തിന്, എന്ത് ചെയ്യാൻ വയ്യ, ഈ റിക്ഷ ഓടിക്കാനൊന്നും വയ്യ. എന്നിട്ടും വേറെ മാർഗ്ഗം ഇല്ലാതെ അസ്ലം എന്ത് ചെയ്യാണ്? റിക്ഷ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവനിങ്ങനെ കരയും, വയറിനിങ്ങനെ പിടിക്കും. പേട്ട്, പേട്ട് എന്ന് പറഞ്ഞാൽ വയറ്. പക്കഡ് ലേത്താ ഥാ, പിടിക്കുമായിരുന്നു. സാമിനെ ഠാക്ക് ബംഗലേ തക്ക്, സാമിനെ മുൻപിലുള്ള ഠാക്ക് ബംഗലേ തക്ക്, ഠാക്കിന്റെ ആ ബിൽഡിംഗ് അല്ലേ, പോസ്റ്റ് ഓഫീസ്, അവിടെ വരെ ചടായി തീ, കയറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത് ഡീസലിനോ പെട്രോളിനോ ഓടുന്ന വണ്ടിയാണോ? അല്ല, മനുഷ്യൻ എന്ത് ചെയ്യണം? അങ്ങനെ ചവിട്ടണം. അങ്ങനെ ഈ കയറ്റൊക്കെ ചവിട്ടാന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള പരിപാടിയാണോ? നോ, നെവർ അല്ലേ. ചടായി, കയറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്ബാർ ഗി ഉസ്കി ഇച്ഛാ ഹുയി തീ കി റിക്ഷേ സെ ഉത്തർ ജായ്. ഇയാളുടെ ഈ പ്രയാസം കണ്ടിട്ട് നമ്മുടെ ഈ എന്താ പറയാ, യാത്രക്കാരന് തോന്നി, ഒന്ന് ഇറങ്ങി കൊടുക്കാം അല്ലേ,
നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇറങ്ങി കൊടുത്താൽ അയാൾക്ക് അത്രയും സുഖം ഉണ്ടാവുമല്ലോ, ഈ കയറ്റം കഴിയുന്നവരെ ഒന്ന് നടന്നാലോ എന്നൊക്കെ ചിന്തിച്ചു. എക്ബാർഗി, ഒരിക്കൽ. എക്ബാർഗി പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് അല്ലെങ്കിൽ ഒരിക്കൽ എന്നൊക്കെ അർത്ഥം. ഓക്കെ, എക്ബാർഗി ഉസ്കി ഇച്ഛാ ഹുയി, അയാൾക്ക് തോന്നി, ഇച്ഛാ ഹുയി എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടാവുക എന്നൊക്കെയാണ് അർത്ഥം. എന്തെന്നാൽ റിക്ഷേസെ ഉത്തർജായ്, ഈ റിക്ഷയിലൊന്നൊന്ന് ഇറങ്ങിയാലോ, ഈ റിക്ഷയിലൊന്നൊന്ന് ഇറങ്ങിയാലോ എന്ന് തോന്നി. അകലേഹി ക്ഷൺ, അടുത്ത നിമിഷം, തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ. അകലേഹി ക്ഷൺ, ക്ഷൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, നിമിഷം. നിമിഷത്തിൽ തന്നെ ഉസിനെ ഖുദ് കോ സംജായ, അവനെ തന്നെ മനസ്സിലാക്കിപ്പിച്ചു. ഈ യാത്രക്കാരൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ എന്തിനാ അല്ലേ, റോസ് കാ മാമല, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ റിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നത്, എന്തായാലും ഫെയർ കൊടുത്തിട്ടല്ലേ, വാടക കൊടുത്തിട്ടല്ലേ, അവൻ ചവിട്ടട്ടെ അല്ലേ, എന്നും ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ, നമ്മൾ റിക്ഷയിൽ പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങാനാണെങ്കിൽ പിന്നെ നമുക്ക് നടന്നങ്ങ് പോയാൽ പോരെ എന്നൊക്കെ സ്വയം മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങിയത്. റോസ് കാ മാമല ഹെ, ഡെയിലി ഉള്ള പ്രോബ്ലം അല്ലേ, റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി, എന്നുമുള്ള മാമല, പ്രശ്നം, സമസ്യ. മാമല എന്ന് പറഞ്ഞാൽ എന്താ, പ്രശ്നമല്ലേ, എന്നത്തെയും കാര്യമല്ലേ. കബ് തക് ഉതർത്താ രഹേഗ, എത്ര നാൾ ഇങ്ങനെ ഇറങ്ങും അല്ലേ, കബ് തക്, എപ്പോൾ വരെ അല്ലെങ്കിൽ എത്ര നാൾ, ഉതർത്താ രഹേഗ, ഇറങ്ങും. പിന്നെയോ യേ ലോഗ് നാടക് ബി ഖൂബ് കർ ലേത്തെ ഹേ, യേ ലോഗ് നാടക് ബി ഖൂബ് കർ ലേത്തെ, ഇവർ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും അല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും എന്ത് ചെയ്യും, ഇതേപോലെ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, യാത്രക്കാരനെ ഇങ്ങനെ തോന്നിപ്പിക്കും, നല്ല പ്രയാസമുണ്ട്, അപ്പോൾ അഥവാ ഇറങ്ങി തന്നാലോ, അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന രീതിയിൽ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നാടകം അല്ലേ, അഭിനയിക്കും ചെയ്യും. ഏ ലോഗ്, ഈ ആളുകൾ, ഈ റിക്ഷക്കാർ മുഴുവനും നാടക് ബി ഖൂബ് കർലേത്തെ, നന്നായിട്ട് അഭിനയിക്കാനും അറിയുന്ന ആളുകളാ. ഇൻകെ സാത്ത് ഹംദർദി ജത്താന ബേവക്കൂഫി ഹോഗി, ഇവരോടൊക്കെ കരുണ കാണിക്കുക എന്ന് പറയുന്നത് അല്ലേ, ഇൻകെ സാത്ത്, ഇവരോട് ഹംദർദി ജത്താന, ഹംദർദി ജത്താന എന്ന് പറഞ്ഞാൽ എന്താ, സഹാനുഭൂതി കാണിക്കുക, ഒരു കരുണ കാണിക്കുക എന്ന് പറയുന്നത് ബേവക്കൂഫി ഹോഗി, വിഡ്ഢിത്തമാകും. ഇവരൊന്നും അതിൻ്റെ ആവശ്യമില്ല അല്ലേ. പിന്നെയോ അനാബ് ഷനാബ് പൈസ മാങ്തേ ഹേ, അനാബ് ഷനാബ് പൈസ മാങ്തേ, ഓരോരോ കള്ളത്തരം പറഞ്ഞവർ നമ്മളെ കയ്യിൽ നിന്നും പൈസ വാങ്ങും. ആകെ 20 രൂപൻ്റെ ഓട്ടേ ഉള്ളൂ, എന്നാലും ഇവർ 40 രൂപ വാങ്ങും, ഓരോന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെയല്ല, വഴിയിൽ കുണ്ടും കുഴിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓരോരോ അനാബ് ഷനാബ് കള്ളത്തരങ്ങൾ പറഞ്ഞ് പൈസ മാങ്കത്തെ, നമ്മളോട് പണമൊക്കെ ആവശ്യപ്പെടും. കുച്ച് കഹോത്തോ, അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തരാനൊന്നും പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞാലോ, കുച്ച് കഹോത്തോ, എന്തെങ്കിലും പറഞ്ഞാലോ, തോ സരേ ആം ഇസ്സത്ത് ഉതാർനെ പർ അമാദ ഹോ ജാത്തെ ഹെ, അവർ നമ്മളെ അങ്ങ് നാണം കെടുത്തു, ആളുകളുടെ ഇടയിൽ ഒച്ചത്തിൽ സംസാരിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് വഷളാക്കും. അതിൽ അവർ ഭയങ്കര സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. എന്തു ചെയ്യും, അവരെന്ത് ചെയ്യും, സരേ ആം എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കേ, ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് പൈസ തരില്ലാന്നോ, പൈസ താടോ എന്ന രീതിയിൽ എല്ലാവരുടെ മുന്നിൽ നമ്മളെന്ത് ചെയ്യും, അപമാനിക്കും. സരേ ആം, പരസ്യമായി. ഇസ്സത്ത് ഉത്താർനെ പർ, നമ്മുടെ അഭിമാനം ഇല്ലാതാക്കുക, നമ്മുടെ അഭിമാനം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാണം കെടുത്തുക. ഇസ്സത്ത് ഉത്താർനെ പർ ആമാദാ ഹോ ജാത്തെ ഹെ, അവർ സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ്. ഓക്കെ, പിന്നെയോ അസ്ലം റിക്ഷേസെ ഉത്തർപടാഥ, അസ്ലം റിക്ഷേസെ ഉത്തർപടാഥ, അങ്ങനെ അസ്ലം എന്ത് ചെയ്തു, ആ റിക്ഷയിൽ നിന്നും ഉത്തർപട, ഇറങ്ങി. എന്നിട്ടോ ദാഹിന ഹാത്ത് ഗദ്ദി പർ ജമാക്കർ ചടായി പർ റിക്ഷ കീഞ്ച് രഹാ ഥാ, ദാഹിന ഹാത്ത്, വലം കൈ, ദാഹിന ഹാത്ത് എന്താ, വലത്തെ കൈ കൊണ്ട്, ഗദ്ദി പർ, സീറ്റിൽ, വലത്തെ കൈ അവൻ സീറ്റിൽ വെച്ചിട്ട്, ചടായി പർ റിക്ഷ കീഞ്ച് രാത്ത, ആ കയറ്റത്തിൽ ആ റിക്ഷ ഇങ്ങനെ വലിച്ചങ്ങനെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, എന്ത് ചെയ്യാണ്, ചടായി പർ, കയറ്റത്ത്, റിക്ഷ കീഞ്ച് രാത്ത, ആ റിക്ഷ അങ്ങനെ വലിച്ച് കൊണ്ടുപോവുകയാണ്. ബുരീതര ഹാഫ് രഹാത്ത, അവൻ നന്നായിട്ട് കിതക്കുന്നുണ്ടായിരുന്നു. ഹാഫ് രഹാത്ത, ഹാഫിന് പറഞ്ഞാൽ കിതക്കുക. ഓക്കെ, അവന് ശ്വാസം കിട്ടുന്നില്ല, അത്രയും ഭാരിച്ച ജോലിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാഫ് രഹാത്ത, അവൻ നന്നായിട്ട് കിതക്കുന്നുണ്ടായിരുന്നു. ഗഞ്ചേ സിർ പർ പസീനെ കി നന്നി നന്നി ബൂന്തേം ദിഖായി ദേനെ ലഗി തീ, ഗഞ്ചേ സിർ പർ, ഗഞ്ചേ സിർ എന്ന് പറഞ്ഞാൽ എന്താ, കഷണ്ടി തല, കഷണ്ടി തലയിൽ പസീനേക്ക് നന്നി നന്നി ബൂന്തേം, വിയർപ്പ് തുള്ളികൾ, പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ്, നന്നി നന്നി ബൂന്തേം, ചെറിയ ചെറിയ കണങ്ങൾ, തുള്ളികൾ, ദിഖായി ദേനെ ലഗീച്ചി, കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഓക്കെ, അയാളുടെ വിയർപ്പ് തുള്ളികൾ, കഷണ്ടി തലയിലെ വിയർപ്പ് തുള്ളികളൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. കിസി കാർ കെ ഹോൺ സെ ചൗങ്ക് കർ വഹ് വർത്തമാൻ മേ ആ ഗയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ യാത്രക്കാരൻ ബാബുജി എന്ത് ചെയ്യാണ്, അങ്ങനെ ആലോചിച്ചതാണ് അല്ലേ. ഇയാൾ പറഞ്ഞപ്പോൾ
ആര് പുതിയ റിക്ഷാവാല പറഞ്ഞപ്പോൾ ഇന്നലെയാണല്ലോ അത് സംഭവിച്ചത്. അതൊക്കെ അയാളുടെ കൺമുമ്പിലൂടെ അങ്ങനെ പോയി. ഇന്നലെ ഞാൻ എന്ത് ചെയ്തില്ല, ഈ അസ്ലം ഇങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ ഞാനൊന്ന് റിക്ഷയിൽ നിന്ന് എനിക്കൊന്ന് ഇറങ്ങിക്കൊടുക്കാൻ പോലും തോന്നിയില്ലല്ലോ. ആ ദിവസം തന്നെയാണല്ലോ അവൻ മരിച്ചതും. അത് വല്ലാത്തൊരു കുറ്റബോധം ആരിൽ ഉണ്ടാക്കുകയാണ്, നമ്മുടെ ഈ യാത്രക്കാരിൽ ഉണ്ടാക്കുകയാണ്. അതിനിടയിൽ കിസി കാർ കെ ഹോൺസ്, ഏതോ ഒരു കാറിൻ്റെ ഹോണടി ശബ്ദം കൊണ്ട് ചൗങ്ക് കർ, ഞെട്ടി. ഒരു ഹോണടി കേട്ടപ്പോൾ ഇയാൾ ആ ചിന്തയിൽ നിന്ന് എന്ത് ചെയ്തു, ഞെട്ടി ഉണർന്നു. വഹ് വർത്തമാൻമേ ആകെ, അവൻ പ്രസൻറ്റിലേക്ക് തിരിച്ചു വന്നു, ഇപ്പോൾ നടക്കുന്ന ആ ഒരു ടൈമിലേക്ക് തിരിച്ചു വന്നു. റിക്ഷ തേസി സെ നട്രാജ് സെ ടാക് ബംഗ്ലേ വാലി ചടായി കി ഓർ ബഡ് രഹാ ഥാ. ഈ റിക്ഷ എന്ത് ചെയ്യാണ്, തേസി സെ, നല്ല സ്പീഡിൽ, നട്രാജ് ടാക്കീസ്, ആ സിനിമാ തിയേറ്ററിൽ നിന്നും ഠാക്ക് ബംഗ്ലേ വാലി, ആ പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്തേക്കുള്ള ചടായി എന്ന് പറഞ്ഞാൽ കയറ്റം അല്ലേ, കയറ്റത്തിലെ ഓർ ബഡ് രഹാത്ത, അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ റിക്ഷക്കാരൻ പറഞ്ഞു, രുക്കോ, സ്റ്റോപ്പ്, നിർത്ത്. ആരോടാ? പുതിയ റിക്ഷക്കാരൻ. ഇപ്പോൾ പ്രസൻറ്റിലാണ് കേട്ടോ, പഴയ കാര്യമല്ല. ഇന്നലത്തെ കാര്യം, ഇന്നലെ അവൻ എന്ത് ചെയ്തില്ല, ഈ സാഹിബ് നമ്മുടെ ബാബുജി ഇറങ്ങി കൊടുത്തില്ല. പക്ഷെ ഇന്ന് അത് ആലോചിച്ചപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി അല്ലേ. അങ്ങനെ ഈ പുതിയ ആളോട് പറയാണ്, രുക്കോ, നിർത്ത്. एकाएक उसने रिक्शे वाले से कहा और रिक्शे के धीरे होते ही उतर पड़ा. रिक्शे वाला बहुत मजबूत कदकाड़ी का था, उसके लिए यह चढ़ाई कोई खास मायने नहीं रखती थी. उसने हैरानी से उसकी ओर देखा. वह किसी अपराधी की भांति सिर झुकाए रिक्शे के साथ साथ चल रहा था. അത്രയാണല്ലേ എന്താ പറഞ്ഞത്? എക്കായക്, പെട്ടെന്ന്, ഉസ്നെ റിക്ഷേ വാലെ സെ കഹ, അയാൾ ആ റിക്ഷക്കാരനോട് പറഞ്ഞു, ആ റിക്ഷയ്ക്ക് ധീരെ ഹോത്തേ ഹി, ഈ റിക്ഷ സ്ലോ ആയപ്പോൾ തന്നെ, ധീരെ ഹോത്തേ ഹി, സ്ലോ ആയതോ അപ്പോൾ തന്നെ, ഉത്തർപട, റിക്ഷയിൽ നിന്ന് അവൻ ഇറങ്ങി. എന്നിട്ടോ റിക്ഷേവാല ബഹുത്ത് മസ്ബൂത്ത് കത്കാടി കഥ, ഈ പുതിയ റിക്ഷക്കാരൻ എങ്ങനെയുള്ള ആളാ? ബഹുത്ത് മസ്ബൂത്ത് കത്കാടി, ബഹുത്ത് മസ്ബൂത്ത്, ഭയങ്കര സ്ട്രോങ് ആണ്. മസ്ബൂത്ത് പറഞ്ഞാൽ സ്ട്രോങ്, ശക്തമായ. പിന്നെ കത്കാടി, ആരോഗ്യവാനായ ഒരാളായിരുന്നു. അസ്ലമിനെ പോലെയാണോ? അല്ല, പുതിയ ആൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ഉസ്കെ ലിയേ യേ ചടായി കോയി ഖാസ് മായനെ നഹി രഖ്തി थी. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കയറ്റം എന്ന് പറഞ്ഞ ഒരു കയറ്റമേ ആയിരുന്നില്ല, അത് സിമ്പിളാണ് അല്ലേ. ഉസ്കെ ലിയേ, അയാളെ സംബന്ധിച്ചിടത്തോളം, യേ ചടായി, ഈ ഒരു കയറ്റം, കോയി ഖാസ് മായനെ നഹി രഖ്തി थी, ഒരു സ്പെഷ്യൽ കേസ് ആയിരുന്നില്ല. ഖാസ് മായന എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാര്യം അല്ലേ, ഒരു പ്രത്യേക കാര്യം ആയിരുന്നില്ല. ഉസ്നെ ഹൈറാനീസെ ഉസ്കി ഓർ ദേഖ, വളരെ ആശ്ചര്യത്തോടു കൂടി ഇയാൾ നോക്കി. എന്തിനാ നിർത്താൻ പറഞ്ഞതെന്നാണ് മട്ടിൽ അല്ലേ. ഇയാൾക്ക് എന്തിനാ നിർത്താൻ പറഞ്ഞത്? ഇയാൾക്ക് അവിടെ ഓഫീസിലാണല്ലോ എത്തേണ്ടത്, എന്തിനാ ഇപ്പോൾ സ്റ്റോപ്പ് പറഞ്ഞത്? ഉസ്നെ, അയാൾ ഹൈറാനീസെ, വളരെ ആകാംക്ഷയോടുകൂടി, ഉസ്കി ഓർ ദേഖ, ഈ യാത്രക്കാരനെ ഇങ്ങനെ നോക്കി. ഓ കിസി അപരാധി കി ഭാന്തി, അല്ലേ, അയാൾ ഒരു കുറ്റക്കാരനെ പോലെ, ഈ യാത്രക്കാരൻ കിസി അപരാധി കി ഭാന്തി, ഒരു കുറ്റക്കാരനെ പോലെ, കുറ്റം ചെയ്ത ഒരു അപരാധിയെ പോലെ, സിർ ഝുക്കായെ, തല കുനിച്ചുകൊണ്ട്, സിർ ഝുക്കായ എന്ന് പറഞ്ഞാൽ എന്താ, തല കുനിച്ചുകൊണ്ട്, റിക്ഷയ്ക്ക് സാത്ത് സാത്ത് ചൽ രഹാത്ത, ആ റിക്ഷയോടൊപ്പം ഇങ്ങനെ നടന്നങ്ങനെ പോവുകയായിരുന്നു. ഓക്കെ, ഇയാളെ എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. ആ റിക്ഷയിൽ അയാൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, തോന്നുന്നില്ല. ഇന്നലെ ഞാനത് ചെയ്തിരുന്നുവെങ്കിൽ അയാൾ ഇനിയും ജീവനോടെ ഇരിക്കുമായിരുന്നല്ലോ എന്ന ചിന്ത, ആ ഒരു കുറ്റബോധം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ അനുതാപ് എന്ന സുകേഷ് സാഹ്നി എഴുതിയൊരു ലഘുകഥ. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഉസേ ഷോക്ക് സാ ലഗ, അയാൾക്ക് ഷോക്കേറ്റ പോലെ തോന്നി. ക്യോ, എന്തുകൊണ്ട്? അതാണ് ചോദ്യം അല്ലേ. അപ്പോൾ എല്ലാവരും, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ബാച്ചിൻ്റെ കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കുക. ജോയിൻ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഗ്നി ബാച്ച് ഉണ്ട്. വെറും 5000 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള ഫീസ്. അതുപോലെ നീറ്റ്, അതുപോലെ കീം, എൻട്രൻസ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പൃഥ്വി ബാച്ചും റെഡിയാണ്. ഫുൾ അടിപൊളി തകർപ്പൻ ക്ലാസ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 7000 രൂപയാണ് ബാച്ച് ഫീ. നിങ്ങൾക്ക് ബുക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ 9000 രൂപ അടച്ചാൽ മതി, നിങ്ങൾക്ക് ബുക്ക് കൂടി കിട്ടും. ഓക്കെ, 7000 രൂപയ്ക്ക് ബുക്കുകൾ ഉണ്ടാവില്ല, ബുക്സ് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 9000 രൂപ അടച്ചാൽ മതി. പിന്നെ +1 ജ്വാല ബാച്ച് ഉണ്ട്, കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലേ. ഫോർ കൊമേഴ്സ് പബ്ലിക് എക്സാം ബാച്ച് ഫീ 5000 രൂപയുള്ളൂ. 5000 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അത് ഒരു വർഷത്തേക്കുള്ള ഫീസാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ടേം, ഒരു 2 മാസം 3 മാസം ഫീസൊന്നല്ല, ഒരു വർഷം മുഴുവനും നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, 7592092021 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് മാത്രം അയച്ചാൽ മതി അല്ലേ. 7591 99966 എന്ന ഒരു ആൾട്ടർനേറ്റീവ് നമ്പർ കൂടി ഉണ്ട്.
നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, അടിപൊളിയായിട്ട് നമുക്ക് +1 ഫുൾ മാർക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം അയാൾക്ക് ഷോക്കേറ്റ പോലെ തോന്നിയെന്നല്ലേ, ക്യോ, എന്തുകൊണ്ട്? നമുക്ക് ഉത്തരം നോക്കാം. പിछले 4-5 दिनों से, കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് അസ്ലം ഹി യാത്രി കോ ദഫ്തർ പഹുഞ്ചാത്താ രഹാ ഥാ, അസ്ലം ആയിരുന്നു യാത്രക്കാരനെ ഓഫീസിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നത്. ദഫ്തർ ഓഫീസ്, പഹുഞ്ചാന എന്ന് പറഞ്ഞാൽ എത്തിക്കുക അല്ലേ. ആജ് അസ്ലം കി ജഗഹ്, ഇന്ന് അസ്ലമിന്റെ പകരം, അസ്ലമിന്റെ സ്ഥാനത്ത്, ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. അസ്ലം കി ജഗഹ്, അസ്ലമിന്റെ സ്ഥാനത്ത് ദൂസരാ റിക്ഷാവാല ആയ, പുതിയൊരു റിക്ഷാക്കാരനാണ് വന്നത്. ഉസ്നെ കഹ, അയാൾ പറഞ്ഞു, എന്തെന്നാൽ കൽ അസ്ലം കി മൃത്യു ഹുയി ഹേ, ഇന്നലെ അസ്ലമിന്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. അയാൾ എന്താ പറഞ്ഞത്? കൽ, ഇന്നലെ അസ്ലം കി മൃത്യു ഹുയി ഹേ, അസ്ലമിന്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. അച്ചാനക് യ സുൻകർ യാത്രിക്കോ ഷോക്ക് സാ ലഗ, പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അല്ലെ, അച്ചാനക് പെട്ടെന്ന് യ സുൻകർ, ഇത് കേട്ടപ്പോൾ യാത്രിക്കോ ഷോക്ക് സാ ലഗ, യാത്രക്കാരന് ഷോക്കേറ്റ പോലെ അനുഭവപ്പെട്ടു. അടുത്ത ചോദ്യം, ഇൻകെ സാത്ത് ഹംദർദി ജത്താന ബേവക്കൂഫി ഹോഗി, ഇവരോടൊക്കെ കരുണ കാണിക്കുന്നത് മണ്ടത്തരമായി പോകും, വിഡ്ഢിത്തമായി പോകും അല്ലെ. ബേവക്കൂഫി ഹോഗി, ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ എന്താ, വിഡ്ഢിത്തം അല്ലേ. യഹാം യാത്രി കാ കോൻ സാ മനോഭാവ് പ്രകട ഹോ രഹാ, ഇവിടെ യാത്രക്കാരൻ്റെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം നോക്കാം. ശ്രമിക് വർഗ കെ പ്രതി ആജ് കി ഉപേക്ഷ യഹാം സ്പഷ്ട ഹേ, തൊഴിലാളി വർഗത്തോടുള്ള നമ്മുടെ ഉപേക്ഷ, അതായത് അവജ്ഞ അല്ലേ. പ്രതി, തൊഴിലാളി വർഗത്തോടുള്ള, പ്രതി എന്ന് പറഞ്ഞാൽ അതിനോടുള്ള, ടുവാർഡ്സ് എന്നാണ് അർത്ഥം കേട്ടോ. ശ്രമിക് വർഗക്കെ പ്രതി, തൊഴിലാളി വർഗത്തിനോടുള്ള, ആജ് കി ഇന്നത്തെ, ഉപേക്ഷ യഹാം സ്പഷ്ട ഹേ, ഉപേക്ഷയാണ്, അതായത് അവരോടുള്ള അവജ്ഞയാണ് നമുക്കിവിടെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്നത്. മനുഷ്യതാക്കി കമീ ഭി യഹാം ദേഖ് സക്താ ഹേ, മനുഷ്യത്വത്തിൻ്റെ കുറവും നമുക്കിവിടെ കാണാൻ കഴിയും. മനുഷ്യത, മനുഷ്യത ഓർമ്മയില്ലേ? മനുഷ്യത എന്ന് പറയാൻ എന്താ? മനുഷ്യത്വം. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്നുള്ള ചാപ്റ്റർ നമ്മൾ 10ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിച്ചിരുന്നല്ലേ, അതിലെ വിഷയമായിരുന്നു മനുഷ്യത്വം. മനുഷ്യതാക്കി കമീ ഭി യഹാം ദേഖ് സക്താ ഹേ, മനുഷ്യത്വത്തിൻ്റെ കുറവും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അടുത്ത ചോദ്യം, വ കിസി അപരാധി കി ബാന്തി സിർ ഝുക്കായെ റിക്ഷേ കെ സാത്ത് സാത്ത് ചൽ രഹാ താ, ഏറ്റവും ക്ലൈമാക്സിൽ അല്ലേ, അവൻ ഏതോ ഒരു അപരാധിയെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ചുകൊണ്ട് റിക്ഷയോടൊപ്പം നടക്കുകയായിരുന്നു. ക്യോം, എന്തുകൊണ്ട്? വൈ? ഉത്തരം നോക്കാം. അസ്ലം കി മൃത്യു കി ഖബർ യാത്രി കെ ലിയെ ധക്ക സാ ലഗാ ഥാ, അസ്ലം കി മൃത്യു കി ഖബർ, അസ്ലമിൻ്റെ മരണ വാർത്ത, മൃത്യു കി ഖബർ, ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? വാർത്ത. യാത്രി കെ ലിയെ, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം, ധക്ക സാ ലഗാ ഥാ, ഷോക്കേറ്റ പോലെയായിരുന്നു, വല്ലാത്തൊരു ഷോക്ക്, വല്ലാത്തൊരു ആഘാതമായിരുന്നു ആ യാത്രക്കാരന്. പിछले दिन की यादें, കഴിഞ്ഞ ദിവസങ്ങളിലെ ഓർമ്മകൾ, പിछले दिन की यादें, കഴിഞ്ഞ ദിവസത്തെ ഓർമ്മകൾ, ഉസേ ഉദാസ് മേ ലേ ഗയ, അയാളെ സങ്കടത്തിലേക്ക് കൊണ്ടുപോയി, അയാളെ വല്ലാത്ത ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഉസ്നെ അസ്ലം സേ ഹംദർദി നഹീ കിയാ ഥാ, അയാൾ അസ്ലമിനോട് ഹംദർദി കാണിച്ചിരുന്നില്ല. ഹംദർദി സഹാനുഭൂതി, കരുണ അല്ലേ, അത് കാണിച്ചിരുന്നില്ല. യ സോച്ച് കർ, ഇത് ആലോചിച്ചാണ്, വഹ് അപരാധി കി ഭാന്തി സിർ ചുക്കായെ റിക്ഷേ കെ സാത്ത് സാത്ത് ചൽ രഹാ താ, അയാൾ ഒരു അപരാധിയെ പോലെ തല കുനിച്ചുകൊണ്ട് ആ റിക്ഷയോടൊപ്പം നടന്നു നീങ്ങിയത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അനുവർത്തികാരി നോക്കാം. യേ പ്രസംഗ് കിൻ കിൻ പാത്രോം സേ സംബന്ധിത് ഹേ, ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ കഥയിലുള്ള, ലഘുകഥയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് കഥാപാത്രവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഉസേ ഷാക്സാലക, അയാൾക്ക് ഷോക്കേറ്റ പോലെ തോന്നി. ആർക്ക്? നമ്മുടെ യാത്രിക്ക് അല്ലേ, യാത്രി എന്ന് പറഞ്ഞാൽ എന്താ? യാത്രക്കാരൻ. ആരാണ് യാത്രി? ബാബുജി എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ, നമുക്ക് യാത്രി എന്ന് മതി. പിന്നെ ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ഥി, അയാളുടെ ആ ശബ്ദത്തിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അതാരാ? റിക്ഷാവാല അല്ലേ, റിക്ഷാവാല, പുതിയ റിക്ഷാവാല. പിന്നെ ഉസ്നെ രാസ്തേ മേ ഹി ധം തോട് ദിയ, അയാൾ വഴിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. ആരാണ്? അസ്ലമാണ് വഴിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടത്. പിന്നെ കൽക്കി ഘടന ഉസ്കി ആങ്കോ കെ ആകെ സജീവ് ഹോടി, ഇന്നലത്തെ സംഭവങ്ങൾ അയാളുടെ കൺമുൻപിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സജീവമാകാൻ തുടങ്ങി. അതാരാ? അത് നമ്മുടെ യാത്രക്കാരൻ്റെ കൺമുമ്പിലാണ് ഇന്നലത്തെ സംഭവങ്ങൾ അങ്ങനെ ഓർമ്മ വന്നത്. നെക്സ്റ്റ്, एक बार की उसकी इच्छा हुई कि रिक्शे से उतर जाए,
പെട്ടെന്ന് അയാൾക്ക് ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ഇറങ്ങിയാലോ എന്ന് തോന്നി. അതും ആരെന്നെയാണ്? യാത്രി അല്ലേ, യാത്രക്കാരനാണ് അങ്ങനെ തോന്നിയത്. കിസി കാർ കെ ഹോൺ സെ ചൗക്ക് കർ വഹു വർത്തമാൻ മേ ആ ഗയ. ഏതൊരു കാറിൻ്റെ ഹോണടി ശബ്ദത്തിൽ അയാൾ ഞെട്ടിയിട്ട് പ്രസൻറ്റിലേക്ക് വന്നു. അതും ആരെന്നെ? യാത്രിയാണ്. പിന്നെ ഉസ്കെ ലിയേ യഹ് ചടായി ഖാസ് മായനെ നെഹി രക്തി തി. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കയറ്റം ഒരു കയറ്റമേ ആയിരുന്നില്ല. അത് റിക്ഷാവാല അല്ലേ, പുതിയ റിക്ഷക്കാരനാണ്, കയറ്റമല്ലാതായി തോന്നിയത്. പിന്നെ വഹ് അപരാധി കി ബാന്തി സിർ ചുഖായ ചല്ലാത്ത. ഒരു അപരാധിയെ പോലെ അയാൾ തല കുനിച്ചുകൊണ്ട് നടന്നു. അതും ആരാണ്? നമ്മുടെ യാത്രിയാണ് അല്ലേ. സിമ്പിളാണ്. ഇതുപോലെയുള്ള ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി യാത്രി കാ മൻ സംഘർഷ് സെ ഭരാ ഥ. യാത്രക്കാരൻ്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിലായിരുന്നു. വഹ് അപ്ന സംഘർഷ് ഡയറി മേ ലിഖ് രഹാ ഹൈ. അയാളുടെ ഡയറി എഴുതുകയാണ്. അയാളുടെ വിഷമമെല്ലാം അയാളുടെ ഡയറിയിൽ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. വഹ് ഡയറി ലിഖേ. അപ്പോൾ നമുക്ക് ആ ഡയറി നോക്കാം. ഡയറി എഴുതുമ്പോൾ വലതുവശത്ത് ഡേറ്റും ദിവസവും എഴുതണം കേട്ടോ. ഓക്കെ, ഇവിടെ ശനിവാർ എന്നൊരു ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് രവിവാറെന്നോ സോമവാറെന്നോ മംഗൾവാറെന്നോ ബുധവാറെന്നോ ഗുരുവാറെന്നോ ശുക്രവാറെന്നോ ശനിവാറെന്നോ ഏത് ദിവസവും എഴുതാം. നമുക്ക് പ്രത്യേക ദിവസമൊന്നും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ ശനിയാഴ്ച മാർച്ച് 10, 2023 എഴുതിയുള്ളത്. വരാനിരിക്കുന്ന ദിവസം ഡയറിയിൽ എഴുതരുത്. കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യുക, എഴുതാം. ഇന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ഇൻട്രോ പോലെ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുള്ളത്? അസ്ലം മുജെ മാഫ് കർ ദോ. അസ്ലം എന്നോട് ക്ഷമിക്കണം. മുജെ മാഫ് കർ ദോ. ഐ ആം സോറി. ഐ ആം റിയലി സോറി. तेरे बारे में सोचने पर बहुत अनुताप महसूस हो रहा है. तेरे बारे में सोचने पर നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, तेरे बारे में നിന്നെക്കുറിച്ച് सोचने पर ചിന്തിക്കുമ്പോൾ बहुत अनुताप महसूस हो रहा है. വല്ലാത്ത കുറ്റബോധം എൻ്റെ മനസ്സിലേക്ക് അനുഭവപ്പെടുന്നു. അനുതാപ് വല്ലാത്ത കുറ്റബോധം, महसूस हो रहा है എനിക്ക് അനുഭവപ്പെടുന്നു, ഫീൽ ചെയ്യുന്നു. महसूस होना എന്താ? ഫീൽ ചെയ്യാം. मुझसे गलती हो गई है. എന്നിൽ നിന്നും വല്ലാത്ത തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. മുജ്സെ എന്നിൽ നിന്നും ഗൽത്തി ഹോ ഗയി ഹേ. തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ബഡീ ഗൽത്തി, വലിയ തെറ്റ്. ഡയറി മേ മേ ക്യാ ലിഖൂം. ഡയറിയിൽ ഞാൻ എന്തെഴുതും? ഡയറി മേ മേ ക്യാ ലിഖൂം. ഞാൻ എന്തെഴുതും? കേസെ ലിഖൂം. ഞാൻ എങ്ങനെ എഴുതും? മെരാ ഹാത്ത് കാംപ് രഹാ ഹേ. എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല. മെരാ ഹാത്ത് കാംപ് രഹാ ഹേ. എഴുതുമ്പോൾ എൻ്റെ കൈ എന്ത് ചെയ്യുന്നു? വിറക്കുകയാണ്. ഇനി ഉണ്ടായ സംഭവങ്ങൾ വിശദമായിട്ട്. മുझे ദഫ്തർ പहुंचने वाला റിക്ഷാ വാലാ ഥാ അസ്ലം. മുझे എന്നെ ദഫ്തർ പहुंचने वाला ഓഫീസിലേക്ക് എത്തിച്ചിരുന്ന റിക്ഷാ വാലാ ഥാ റിക്ഷാവാലയായിരുന്നു അസ്ലം. ഉസ്കി മൗത്ത് ഹോ ഗയി ഹേ. അയാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഉസ്കെ ദോനോം ഗുർദോ മേ ഖരാബി ഥി. അയാളുടെ രണ്ട് കിഡ്നിയും, ദോനോം കുർദോമേ രണ്ട് കിഡ്നിയും ഖരാബി ഥി, ഫെയിലിയർ ആയിരുന്നു, തകരാറിലായിരുന്നു. യാത്രാക്കെ ബീച്ച് മേ വഹ് കരാഹ്താ ഥാ. യാത്രക്കിടയിലൊക്കെ അയാൾ കരാഹ്താ ഥാ കരയാറുണ്ടായിരുന്നു. പേട്ട് പർ ഹാത്ത് രഖ്താ ഥാ വയറിൽ കൈവച്ചിരുന്നു. മേനെ സോച്ച ഞാൻ ചിന്തിച്ചു കി യഹ് സബ് റിക്ഷാ വാലോം കാ നാടക് ഹേ. ഇതെല്ലാം റിക്ഷക്കാരുടെ അഭിനയമാണ്, നാടകമാണെന്ന് ഞാൻ എന്ത് ചെയ്തു? തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചു. മേനെ സോച്ച ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. ആജ് പതാ ചല ഇന്നെനിക്കറിയാൻ കഴിഞ്ഞു. കി എന്തെന്നാൽ അസ്ലം മേം ഉസ്കോ ബീമാരി ഥാ. സോറി അസൽ മേം യഥാർത്ഥത്തിൽ, അസൽ മേം എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ ഉസ്കോ ബീമാരി ഥാ അയാൾക്ക് അസുഖമായിരുന്നു എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. മേനെ ഉസ്സെ ഹംദർദി നഹി കി. ഞാൻ അയാളോട് ഒരു കരുണയും കാണിച്ചില്ല. ഞാൻ അയാളോട് ഉസ്സെ ഹംദർദി നഹി കി യാതൊരു സഹാനുഭൂതിയും കാണിച്ചില്ല. യദി മേം ഉസ്സെ തോടാ മനുഷ്യത ദിഖാതാ ഥോ. ഒരു പക്ഷേ ഞാൻ അയാളോട് ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ദിഖാത്താത്തോ കാണിച്ചിരുന്നുവെങ്കിൽ ആജ് ബി വഹ് ഹമാരെ സാത്ത് ഹോതാ ഇന്നും അയാൾ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ആജ് ബി ഇന്നും വഹ് ഹമാരെ സാത്ത് ഹോതാ അയാൾ എന്നോടൊപ്പം അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. പ്രിയ ഭയ്യ പ്രിയപ്പെട്ട സഹോദര, ദിൽ സെ പ്രണാം, ഹൃദയപൂർവ്വം പ്രണാമം എന്ന് പറഞ്ഞ് ഡയറി എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയൊരു ഡയറിയാണ്. ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കേണ്ട കാര്യം എന്താ? ആരാണ് അസ്ലം എന്ന് എഴുതണം. അയാളുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് എന്ത് ചെയ്യണം? എഴുതണം. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ കാര്യം. ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും എന്ത് ചെയ്യണം? ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവണം. ഇതിനാണ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതിന് മുൻപും ശേഷവും നിങ്ങൾ എന്തെഴുതി എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാരഗ്രാഫ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഡയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക്
नीचे दिए मुद्दों के आधार पर अनुताप शीर्षक की सार्थकता पर अपना विचार प्रकट करें. അനുതാപ് എന്ന ഈ ഹെഡിങ്ങിന് ഈ ചാപ്റ്ററുമായി എത്രത്തോളം ബന്ധമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാർത്ഥകമാണ് എന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡിങ് ഇതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു 3 പാരഗ്രാഫിൽ എഴുതാം. ഈ ചാപ്റ്റർ ആരാണ് എഴുതിയത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് സൂചിപ്പിക്കണം. ലേഖകനെ കുറിച്ച് നമുക്കറിയാവുന്ന പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, എഴുതാം. എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതാം. പിന്നെ മാർക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, 8 മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് ലേഖകനെ കുറിച്ച് എഴുതേണ്ടി വരും. 6 മാർക്കാണെങ്കിലും. അതിൽ താഴെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. ഹിന്ദി ലഘുകഥാ ക്ഷേത്രിക സശക്ത് ഹസ്താക്ഷർ. ഹിന്ദി ലഘുകഥാ മേഖലയിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചറാണ് ശ്രീ സുകേഷ് സാഹ്നിയുടേത്. ശ്രംജീവിയോं की पीड़ा और असहायता पर लिखी गई लघुकथा है अनुताप. ശ്രംജീവിയോं की पीड़ा, അതായത് തൊഴിലാളി വർഗങ്ങളുടെ വേദനയും അതുപോലെ അസഹായത, അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലഘുകഥയാണ് അനുതാപ് എന്ന ഈ കഥ. इस शीर्षक हमें कथा के अंत तक पढ़ने को प्रेरित करता है. ഈ ഒരു ഹെഡിങ് നമ്മളെ കഥയുടെ അവസാനം വരെ വായിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അനുതാപ് എന്ന ഈ ഒരു ഹെഡിങ് വളരെ യോജിച്ചതാണ്. കാരണം ഈ ഒരു ഹെഡിങ് നമ്മളെ കഥയുടെ അവസാനം വരെ പഠനേക്കോ വായിക്കുവാൻ നമ്മളെ പ്രേരിത് കർത്താ ഹെ, പ്രേരിപ്പിക്കുന്നു. ഇനി അനുതാപ് മത്ലബ് ഹംദർദി ജത്താന. അനുതാപ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ഹംദർദി ജത്താന, സഹാനുഭൂതി ഉണ്ടാവുക. യാ അല്ലെങ്കിൽ दूसरों का दुख अपना समझकर दुख के अवसर पर उनके साथ रहना എന്നതാണ് അനുതാപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? ദൂസരോं का दुख, മറ്റുള്ളവരുടെ ദുഃഖം, അപ്നാ സമജ്കർ, തങ്ങളുടെ ദുഃഖം കൂടിയാണെന്ന് മനസ്സിലാക്കി, ദുഃഖ കെ അവസർ പർ, ദുഃഖത്തിന്റെ അവസരങ്ങളിൽ ഉൻകെ സാത്ത് രഹന, അവരോടൊപ്പം ഉണ്ടാവുക എന്നതാണ് അനുതാപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കൊരു ദുഃഖം ഉണ്ടായാൽ ആ ദുഃഖം നമ്മുടേത് കൂടി ആണ് എന്ന് മനസ്സിലാക്കി ആ ദുഃഖത്തിൽ എന്ത് ചെയ്യുക, പങ്കാളികളാവുക, അല്ലെങ്കിൽ ആ ദുഃഖത്തിൽ അയാളെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നതിനെയാണ് അനുതാപ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് ലഘുകഥാമേം, ഈ ചെറുകഥയിൽ അസ്ലം നാമക് റിക്ഷവാലാഹെ, അസ്ലം എന്നു പേരുള്ള ഒരു റിക്ഷാകാരനുണ്ട്. ഉസ്കെ ദോനോ ഗുർദോമേം ഖരാബി തി, അയാളുടെ 2 കിഡ്നിയും ദോനോ ഗുർദോം 2 കിഡ്നിയിലും ഖരാബി തി, കേടായിരുന്നു അല്ലെങ്കിൽ ഫെയിലിയർ ആയിരുന്നു. യ സംജേ ബിന, ഇത് മനസ്സിലാക്കാതെ യാത്രി ഉസ്സെ വ്യവഹാർ കർത്താ ഹെ, യാത്രക്കാരൻ അയാളോട് പെരുമാറുന്നു. യാത്രക്കാരൻ ഉസ്സെ വ്യവഹാർ കർത്താ ഹെ, പെരുമാറുന്നു. ആഖിർ അവസാനം അസ്ലം കാ മൃത്യു കാ ഖബർ സുനനെ പർ, അസ്ലമിന്റെ മരണവാർത്ത കേട്ടപ്പോൾ, അസ്ലം കാ മൃത്യു കാ ഖബർ, അസ്ലമിന്റെ മരണവാർത്ത സുനനെ പർ കേട്ടപ്പോൾ യാത്രിക്കോ പശ്ചാത്താവാത്ത, യാത്രക്കാരന് വല്ലാത്ത കുറ്റബോധം, പശ്ചാത്താപം ഉണ്ടാവുന്നു. കഥാ കാ കേന്ദ്രഭാവ് അസ്ലം കെ പ്രതി യാത്രി കാ അനുതാപ് ഹെ, കഥയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്താണ്? അസ്ലമിന് യാത്രക്കാരന് അസ്ലമിനോട്, അസ്ലം കെ പ്രതി, അസ്ലമിനോടുള്ള യാത്രക്കാരൻ്റെ അനുതാപ്, കുറ്റബോധമാണ് ഈ കഥയുടെ കേന്ദ്രബിന്ദു. ഇസ് അനുതാപ് കഥാക്കോ ആകെ ബർത്ത, ഈ ഒരു കുറ്റബോധമാണ് കഥയെ മുൻപോട്ട് നയിക്കുന്നത്. ഇസ്ലിയെ, അതുകൊണ്ട് ഇസ് ശീർഷക് പൂരി തരസെ സാർത്ഥക്, ഈ ഒരു തലക്കെട്ട് പൂർണ്ണമായ രൂപത്തിലും എന്താണ്? സാർത്ഥകമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വരാവുന്ന ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അനുതാപ് ലഘുകഥാക്കെ രചയിത കോൻ ഹെ, അനുതാപ് എന്ന ഈ ചെറുകഥയുടെ രചയിതാവ് ആരാണ്? സുകേഷ് സാഹ്നിയാണ്. ഓക്കെ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അനുതാപ് കിസ് വിധാ കി രചന ഹെ, അനുതാപ് എന്ന ഈ ചാപ്റ്റർ ഏത് ടൈപ്പ് ചാപ്റ്റർ ആണ്? കിസ് വിധാ കി അല്ലെങ്കിൽ പ്രോക്തി ക്യാ ഹെ, കിസ് പ്രകാർ കി രചന ഹെ എന്നൊക്കെ ചോദിക്കാം. യഹ് ഏക് ലഘു കഥാ ഹെ, ഇതൊരു ചെറുകഥയാണ്. പിന്നെ ഇസ് ലഘുകഥാക്കെ പാത്ര കോൻ ഹെ, ഈ ഷോർട്ട് സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? യാത്രി, അതായത് ബാബുജി, പിന്നെ അസ്ലം, പിന്നെ നയാ റിക്ഷാവാല, പുതിയ റിക്ഷാക്കാരൻ. പിന്നെ 4ാമത്തെ ചോദ്യം, അസ്ലം കാ ബീമാർ ക്യാ ഥാ, അസ്ലമിന്റെ അസുഖം എന്തായിരുന്നു അസ്ലമിന്റെ അസുഖം? ഉസ്കെ ദോനോ ഗുർദോമേ ഖരാബി ഥി, അയാളുടെ 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആയിരുന്നു അല്ലേ? ഉസ്കെ ദോനോ ഗുർദോമേ, അയാളുടെ 2 കിഡ്നിയിലും ഖരാബി ഥി, കംപ്ലൈൻ്റ് ആയിരുന്നു. 5 ഡോക്ടർ മനാ കർനെ പർ ഭി അസ്ലം റിക്ഷ ചലാത്ത രഹാ ക്യോ,
ഡോക്ടർ വിലക്കിയിട്ടും മനാ കർണേ പെർ ഭി അല്ലേ, ഡോക്ടർ വിലക്കിയിട്ടും അസ്ലം റിക്ഷ ചലാത്താ രഹ, അസ്ലം റിക്ഷ ഓടിച്ചുകൊണ്ടേയിരുന്നു. ക്യോ, എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയാ? ഉത്തരം നോക്കാം. അസ്ലം ഏക് ഗരീബ് ആദ്മി ഹെ, അസ്ലം ഒരു ദരിദ്രനായ മനുഷ്യനാണ്. പരിവാർ കെ ലിയെ ഉസേ കമാനാ ഹെ, കുടുംബത്തിന് വേണ്ടി അയാൾക്ക് എന്ത് ചെയ്യണം? ഉസേ കമാനാ ഹെ, അയാൾക്ക് സമ്പാദിക്കണം. കുടുംബത്തിന് വേണ്ടി അയാൾക്ക് എന്ത് ചെയ്യണം? കമാനാ ഹെ, സമ്പാദിക്കണം. അപ്നി സ്വാസ്ഥ്യ ദേഖേ ബിന, തൻ്റെ ആരോഗ്യം നോക്കാതെ, അപ്നി സ്വാസ്ഥ്യ, സ്വാസ്ഥ്യ എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ദേഖേ ബിന നോക്കാതെ, വഹ് പരിവാർ കെ സദസ്യോ കെ ലിയേ ഹി, അയാൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, പരിവാർ കെ സദസ്യവും കുടുംബാംഗങ്ങൾ, ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ് ജിന്ദഗി ബിതായ, ജീവിതം ചിലവഴിച്ചത്. ബിതായ എന്ന് പറഞ്ഞാൽ എന്താ? ചിലവഴിച്ചത്. ഉസ്കെ സാമിനെ और एक रास्ता नहीं था, അയാൾക്ക് മുൻപിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല, മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. രാസ്ത നഹി ഥ, മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ഇനി ആറാമത്തെ ചോദ്യം. റിക്ഷ ചലാത്തെ സമയ അസ്ലം കോ ക്യാ ക്യാ പരേശാനിയാ ഹുയി, റിക്ഷ ഓടിക്കുന്ന സമയത്ത് അസ്ലമിന് ക്യാ ക്യാ പരേശാനിയാ ഹുയി, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അനുഭവപ്പെട്ടത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു? റിക്ഷ ചലാത്തെ സമയം, റിക്ഷ ഓടിക്കുന്ന സമയത്ത് വഹ് ദർദ് സേ കരാഹ്താ ഥാ, അയാൾ വേദന കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. ദർദ് സേ, വേദന കൊണ്ട്, കരാഹ്താ ഥാ, കരയുന്നുണ്ടായിരുന്നു. ഏക് ഹാത്ത് സേ, ഒരു കൈ കൊണ്ട്, പേട്ട് പക്കട് ലേത്താ ഥാ, വയറിന് പിടിക്കുന്നുണ്ടായിരുന്നു. സാസ് ലേനെ മേം ദിക്കത്ത് ഹോ രഹാ ഥാ, ശ്വാസമെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സാസ് ലേന എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കാൻ ദിക്കത്ത് ഹോ രഹാ ഥാ, പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വ ബുരീ തരസെ ഹാഫ് രഹാ ഥാ, അയാൾ വളരെ നന്നായി തന്നെ കിതക്കുന്നുണ്ടായിരുന്നു. ഹാഫ്ന എന്ന് പറഞ്ഞാൽ എന്താ? കിതക്കുന്നുണ്ടായിരുന്നു. ഏഴാമത്തെ ചോദ്യം. റിക്ഷേമേ ബൈട്ട് കർ, ആ റിക്ഷയിൽ ഇരുന്നു കൊണ്ട് അസ്ലം കി പരേശാനിയാം ദേക്ക് കർബി, അസ്ലമിൻ്റെ ആ പ്രശ്നങ്ങൾ, അവൻ്റെ ആ പ്രോബ്ലംസ് കണ്ടിട്ട് പോലും യാത്രി റിക്ഷേസെ നെഹി ഉത്തര ക്യോം, യാത്രക്കാരൻ ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയില്ല, എന്തുകൊണ്ട്? ഉത്തരം. യാത്രീനെ സോച്ച, ആ യാത്രക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാകും കി എന്തെന്നാൽ യേ റിക്ഷേ വാലോ കാ നാടക ഹെ, ഇത് റിക്ഷക്കാരുടെ എന്താണ്? സ്ഥിരം നാടകമാണ്. ഇസ്ലിയെ വ നഹി ഉത്തര, അതുകൊണ്ടാണ് അയാൾ അതിൽ നിന്നും ഇറങ്ങാതിരുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യം. നയാ റിക്ഷ വാല കേസ ആദ്മി ഥാ, ആ പുതിയ റിക്ഷക്കാരൻ എങ്ങനെയുള്ള ആളായിരുന്നു? അയാളുടെ ആരോഗ്യം എങ്ങനെയായിരുന്നു എന്ന്? ഉത്തരം. ബഹുത് മസ്ബൂത്ത് കത്കാടി ആദ്മി ഥാ, വളരെ സ്ട്രോങ് ആയ, ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു ആരെയും? ആ പുതിയ റിക്ഷക്കാരൻ. ഇത്രയാണ് നമ്മുടെ അനുതാപ് എന്ന ലഘുകഥ. സുകേഷ് സാഹ്നി എഴുതിയ ലഘുകഥയാണ്. ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് അർത്ഥം വെച്ച് ഒരു വാക്കുപോലും മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഡയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ആ ഡയറി എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും പഠിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ആ ചോദ്യങ്ങൾ, ഒരു 8 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ 8 ചോദ്യങ്ങളും കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും അവസാനം ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ബാച്ചിനെ കുറിച്ച് എല്ലാവരും എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 7592092021 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് എന്ന് എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക. സയൻസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട്. നല്ല റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടൊക്കെ അടിപൊളി റിസൾട്ടാണ്. 5000 രൂപയ്ക്ക് ഒരു വർഷം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ കൊമേഴ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജ്വാല ബാച്ച് റെഡിയാണ്. അതും 5000 രൂപയാണ് ഫീസ്. കണ്ടില്ലേ? സയൻസൊന്നും കൊമേഴ്സൊന്നും വ്യത്യാസമൊന്നുമില്ല. 5000 രൂപ, എല്ലാവർക്കും 5000 രൂപയ്ക്ക് അടിപൊളി ക്ലാസ്സുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീറ്റ് കീം എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് 7000 രൂപയാണ് ഫീസ്. ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ 9000 രൂപ, 2000 രൂപ അഡീഷണൽ എന്ത് ചെയ്യണം? പേ ചെയ്യണം. അപ്പോൾ 9000 രൂപ ബാച്ച് ഫീ നമുക്ക് ബുക്കടക്കം, പിന്നെ ബുക്കില്ലാതെ 7000 രൂപക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അഗ്നി, പൃഥ്വി, ജ്വാല ബാച്ചിൽ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ മാർക്ക് സെറ്റാക്കാം. ജോയിൻ ചെയ്യാൻ 7592092021 എന്ന നമ്പറിൽ ജസ്റ്റ് ഹായ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ അനുതാപ് എന്ന ഈ ഒരു ലഘുകഥ, സുകേഷ് സാഹ്നിയുടെ ലഘുകഥ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.